മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ നിന്ന് നാവികസേനാ സംഘം മടങ്ങി. ഗംഗാവലി പുഴയിൽ പരിശോധന നടത്തിയില്ല. രക്ഷാപ്രവർത്തനം പൂർണ്ണമായി ഉപേക്ഷിച്ച നിലയിലാണെന്ന് വിജിൻ MLA. രക്ഷാദൗത്യം തുടരുമെന്ന് പറഞ്ഞ ആരെയും കാണാനില്ല. രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കർണാടകയ്ക്ക് താൽപ്പര്യമില്ലെന്നും വിജിൻ MLA ആരോപിക്കുന്നു. നമ്മളെല്ലാം ആശങ്കപ്പെട്ട പോലെ തന്നെ പുഴയിൽ നിന്ന് മാത്രമല്ല കരയിൽ പോലും ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇവിടെയില്ല. രാവിലെ നേവിയിലെ ചില ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നു, പക്ഷേ പിന്നീട് അവരും മടങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പൂർണ്ണമായും ഒരു തരത്തിലുള്ള ഒരു പ്രവർത്തനവും നടക്കാത്ത നിലയിലേക്ക് ഈ സ്ഥലം പൂർണ്ണമായി മാറിയിരിക്കുകയാണ്. ഇവിടുന്ന് വ്യക്തമാകാൻ സാധിക്കുന്നത് ഒരു തരത്തിലും ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ജില്ലാ ഭരണകൂടത്തിന് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന താല്പര്യമില്ലാത്ത വിധത്തിൽ തന്നെയാണ് ഇന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിൽക്കുന്നത്. ഷിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് നമുക്കപ്പം. അരുൺ, ഇപ്പോൾ ഈ വാർത്ത ഇതിങ്ങനെ വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഓർമ്മ വരുന്നത് അർജുൻ്റെ അച്ഛൻ്റെ, അമ്മയുടെ, സഹോദരിയുടെ, ഭാര്യയുടെയൊക്കെ നിസ്സഹായമായ മുഖങ്ങൾ, ആ കുഞ്ഞിനെയൊക്കെ നമുക്ക് ഓർമ്മ വരികയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനും ജീവിതവുമാണ് അവിടെയുള്ളത്. അവർ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഒരു ചെറിയ പ്രതീക്ഷയെങ്കിലും വച്ചു പുലർത്തുന്നുണ്ട്. അതിന് അവസാനമാവുകയാണോ? സ്മിത, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വിജിൻ MLAയും അതോടൊപ്പം തന്നെ അർജുന്റെ ബന്ധുക്കളും ഉയർത്തുന്ന വിമർശനം ശരിവെക്കുന്നതാണ് ഈ ദൗത്യ മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ച. ഇന്നലെ ഈ രക്ഷാദൗത്യം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നുവെന്ന് ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അവർ അത് താൽക്കാലികമായി മാത്രമാണ് നിലവിൽ നിർത്തുന്നത്. അവർക്ക് ഇതിൻ്റെ കൂടുതൽ, അതായത് ഈ പുഴയിലെ മണ്ണ് നീക്കം ചെയ്യുന്നതിന് വേണ്ടി കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കാലാവസ്ഥ അനുകൂലമാവുകയും പുഴയിലെ അടിയൊഴുക്ക് മാറുകയും ചെയ്താൽ ഈ ദൗത്യം പുനരാരംഭിക്കും എന്നത് അവർ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ നാളെ ഉൾപ്പെടെ ഇവിടെ ഈ ദൗത്യ മേഖലയിൽ അവരുടെ സംഘങ്ങൾ നിലയുറപ്പിക്കും. അവർക്ക് എപ്പോഴാണോ അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവുന്നത് അപ്പോൾ തന്നെ ദൗത്യം പുനരാരംഭിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ നമ്മൾ കണ്ട കാഴ്ച ആ ദൗത്യ മേഖലയിൽ ഒരു സംവിധാനങ്ങളും അവിടെ എത്തിയിട്ടില്ല എന്നതാണ്. നേവിയുടെ ഒരു സംഘം അവിടെ എത്തിയിരുന്നു. അവർ ഈ പുഴയിലിറങ്ങി അടിയൊഴുക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് നേരത്തെ ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നു. എന്നാൽ നേവി സംഘം അവിടെ എത്തി അല്പസമയം അവിടെ നിൽക്കുകയും പിന്നീട് അവർ മടങ്ങിപ്പോവുകയാണ്, കാർവാറിലേക്ക് മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. മറ്റ് സംവിധാനങ്ങളൊന്നും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രതിനിധികളോ NDRFൻ്റെയോ SDRFൻ്റെ നേരത്തെ ദൗത്യസംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആരും തന്നെ നിലവിൽ അവിടെയില്ല. 2-3 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം, ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ മാത്രമാണ് നിലവിൽ അവിടെയുള്ളത്. ഇവർ ഇപ്പോൾ ഈ റോഡ് ഗതാഗതം, ദേശീയപാതയിലെ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മാത്രമാണ്. അതും JCB ഉപയോഗിച്ച് നീക്കം ചെയ്യാനുള്ള അവശേഷിക്കുന്ന മണ്ണുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തി മാത്രമാണ് നിലവിൽ അവിടെ നടക്കുന്നത്. അതാണ് നിലവിൽ ഈ വിജിൻ MLA ഉൾപ്പെടെ അവിടെ എത്തിയതിനു ശേഷം അത്തരം രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ആകെയുള്ളൊരു പ്രതീക്ഷ ഈ ഡ്രഡ്ജിങ് സംവിധാനം, അതായത് ഡ്രഡ്ജിങ് യന്ത്രം ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടക്കുന്നു. അതിനുവേണ്ടി അവരുടെ ടെക്നിക്കൽ ടീം ഇന്ന് വൈകിട്ടോടെ ഷിരൂരിലെത്തും എന്ന് നമുക്ക് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. അവർ ഇതിനകം തന്നെ പുറപ്പെട്ടു കഴിഞ്ഞു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിലും സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത്. ഈ 4 നോട്ടിനും മുകളിലേക്ക് ഈ പുഴയുടെ അടിയൊഴുക്കുള്ള സ്ഥലങ്ങളിൽ അവർക്ക് ആ പുഴയിൽ ഇത് ലാൻഡ് ചെയ്തുകൊണ്ട് ഈ മണ്ണ് നീക്കം ചെയ്യാനോ അതുപയോഗിച്ച് യന്ത്രം ഉപയോഗിച്ച് പ്രവൃത്തി നടത്താനോ സാധിക്കില്ല എന്ന് അതുമായി ബന്ധപ്പെട്ട കമ്പനിയിലെ സാങ്കേതിക വിദഗ്ധർ തന്നെ പറയുന്നുണ്ട്. നിലവിൽ ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് 6 നോട്ടിന് മുകളിലേക്കാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെ യന്ത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കും എന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട്. പക്ഷേ അതിലൊരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് അതിൻ്റെ സാങ്കേതിക സംവിധാനമാണ്, അല്ലെങ്കിൽ അവർ ടെക്നിക്കൽ ടീമാണ്. അവരിവിടെ എത്തിയതിനു ശേഷം ഇന്നെന്തായാലും പരിശോധന നടത്തില്ല. നാളെ ആയിരിക്കും ഈ അടിയൊഴുക്കുമായി ബന്ധപ്പെട്ടും അവർക്ക് അവിടെ അത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. എന്തായാലും നിലവിൽ നമുക്ക് ഈ 14 ദിവസവും കടുത്ത നിരാശയും ആശങ്കയും നൽകുന്ന വിവരങ്ങളാണ് ഈ ഷിരൂരിൽ നിന്ന് പങ്കുവെക്കാനുള്ളത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിലിൽ ഇവിടുത്തെ സംവിധാനങ്ങളിൽ പ്രതീക്ഷയില്ല എന്ന് അർജുന്റെ ബന്ധു ജിതിൻ 24നോട് പറഞ്ഞു. തെരച്ചിൽ പൂർണ്ണമായി അവസാനിപ്പിച്ചു എന്നാണ് തോന്നുന്നത്. തെരച്ചിൽ തുടരുമെന്ന് വാക്കു നൽകിയ ആരും ഇല്ലെന്നും ജിതിൻ ആരോപിച്ചു. ഇന്നലെ മുതൽ ഫുൾ സംവിധാനം ഉപയോഗിച്ച് ഇവിടെ നിന്ന ആൾക്കാരൊന്നും ഇന്ന് ആരും കാണുന്നില്ല. ഇന്നലത്തെ ഉറപ്പ് പ്രകാരം കരയിലും വെള്ളത്തിലും തിരച്ചിൽ നടക്കുമെന്ന് തന്നെയാണ് അറിയാൻ പറ്റിയത്. പക്ഷേ ആ ഒരു സാഹചര്യം ഇന്ന് ഇതുവരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടില്ല. ഒരു സാധ്യത മാത്രം കാണുന്നത് അവരുടെ ടെക്നീഷ്യൻസ് വന്ന ഈ സ്ഥലം വിലയിരുത്തിയതിന് ശേഷം ഒരു പോസിറ്റീവുള്ള ഒരു പ്രതികരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രതീക്ഷയുള്ളൂ.
അല്ലാത്ത പക്ഷം ഈ വെള്ളം കുറയുന്നത് വരെ ഇവരെ കാത്തിരിക്കാൻ ചാൻസ് ഉണ്ടെന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ഇനി അവർ കഴിഞ്ഞു, അത് ഇനിയില്ല, അവർക്ക് ഇനി ഉണ്ടാകാം, പക്ഷെ അത് കണ്ടെത്താൻ ആരുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ പൂർണ്ണമായിട്ടും വൈൻഡപ്പ് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒരു JCB മാത്രമേ ഇവിടെ ഇപ്പോൾ ഒരു വർക്ക് നടക്കുന്നു എന്നുള്ളത് പോലെ കാണിക്കുന്നത്. അത് റോഡ് ക്ലിയർ ആക്കുക എന്ന ലക്ഷ്യത്തോട് മാത്രമുള്ള ഒരു പ്രവൃത്തിയാണ് നടക്കുന്നത്. തെരച്ചിൽ തുടരുമെന്ന് വാക്കു നൽകിയ ആരും തന്നെ ഈ അപകടം നടന്ന സ്ഥലത്ത് ഇല്ലെന്നാണ് ജിതിന്റെ ആരോപണം. അർജുൻ ലോറിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് സഹോദരി അഞ്ജു. തെരച്ചിലിൽ അവസാനിപ്പിക്കരുതെന്നും അഞ്ജു 24-നോട് പറഞ്ഞു. അവന്റെ കയ്യിൽ എപ്പോഴും ഫോൺ ഉണ്ടാവും. ഉറങ്ങുന്ന സമയത്ത് മാത്രമേ ഫോൺ എടുക്കാതിരിക്കുള്ളൂ. അല്ലെ നമ്മളൊരു വിളിക്കുക, അല്ലെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചാൽ അതിനപ്പം റിപ്ലൈ തരും. അപ്പൊ അവന്റെ വൈഫ് അന്ന് രാവിലെ 7-7:30 കൂടിയിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ട് അതിന് റിപ്ലൈ തന്നിട്ടില്ല. അവൻ ഉറക്കത്തിലാണെങ്കിൽ മാത്രമേ റിപ്ലൈ തരാതിരിക്കുള്ളൂ. 2 ടിക്കിൽ മാത്രം അവിടെ നിന്നതാണ്. റേഞ്ച് ഉണ്ട്, 2 ടിക്ക് അവൻ സീൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അവൻ അതിൽ ഉറങ്ങായിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നിന്നത്. എന്തെങ്കിലും നമുക്കറിയണം. അവിടെ നിന്നാണ് അവനും അവന്റെ ട്രക്കും മിസ്സായത്. അപ്പൊ അവിടെ നിന്ന് എങ്ങോട്ടും പോകാനുള്ള സാധ്യതയില്ല.